Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. Welcome to the session. കഴിഞ്ഞ രണ്ട് സെക്ഷനുകളിൽ നമ്മൾ ടെസ്റ്റ് പ്ലാനിങ് എന്താണെന്നും അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണെന്നും നോക്കി. പിന്നീട് വന്ന സെക്ഷനിൽ വാട്ട് ഈസ് ടെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചു. ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ടെസ്റ്റ് പ്രോസസ്സ് എന്തെന്നാണ്. ഓക്കെ, ദ ഫണ്ടമെൻ്റൽ ടെസ്റ്റ് പ്രോസസ്സ് is divided into following steps. The first one is baselining a test plan. Second one is test case specification. Third one is traceability metrics. Then executing the test cases, preparing test summary report. ഇതോരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The first point, baselining a test plan. A test combines all the points into a single document that act as an anchor point or a base point for the entire testing process. Okay. An organization normally arrives at a template that can be used across the board. Each testing project put together a test plan based on the template. ഓർഗനൈസേഷൻ്റെ ഒരു ടെംപ്ലേറ്റിൻ്റെ ബേസിസിലായിരിക്കും അവിടെ ടെസ്റ്റിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ടെസ്റ്റ് പ്ലാൻ ഇസ് റിവ്യൂഡ് ബൈ ദ ഡെസിഗ്നേറ്റഡ് സെറ്റ് ഓഫ് കമ്പോണൻറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ടെസ്റ്റ് പ്ലാനിനെ റിവ്യൂ ചെയ്യും ഓർഗനൈസേഷനിലുള്ള പീപ്പിൾസ് അതിന് റിവ്യൂ ചെയ്യാറുണ്ട്. ദ ടെസ്റ്റ് പ്ലാൻ ഇസ് ബേസ്ലൈൻഡ് ഇൻ എ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് റെപ്പോസിറ്ററി. ഫ്രം ദെൻ ദ ബേസ്ലൈൻഡ് ടെസ്റ്റ് പ്ലാൻ ബിക്കം ദ ബേസിസ് ഫോർ റണ്ണിങ് ദ ടെസ്റ്റിംഗ് പ്രോജക്റ്റ്. ഓക്കെ, ഇൻ അഡീഷൻ any changes needed to the test plan template are discussed among the different stakeholders and which is applicable to the testing team. Okay, second point, test case specification. After preparing the test plan, the testing team designed the test case specification, okay, which then become the basis for preparing test cases. ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഇസ് ദ പർപ്പസ് ഓഫ് ടെസ്റ്റിംഗ്. വാട്ട് ഫീച്ചേഴ്സ് ഓർ വാട്ട് പാർട്ട് ദ ടെസ്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ. എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഐറ്റം ബീങ് ടെസ്റ്റഡ്, ദാറ്റ് ഈസ് വിത്ത് ദെയർ വേർഷൻ, റിലീസ് നമ്പർ ആസ് അപ്രോപ്രിയേറ്റ്. ദെൻ എൻവയോൺമെൻറ്റ്, that is the hardware or the software supporting environment that is needed for running up the test cases. Okay, then input data used for the test cases. The choice of input data will be dependent on the test case itself and technique followed in the test case. അപ്പോൾ ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ്റെ എന്തൊക്കെയാണ്, what the purpose of testing, what is intended to test, the item being test, the environment, the hardware and software environment needed for the testing processes, and the input data used for the test cases. Okay, the next are steps to be followed to execute the test. If automated testing is used, then the steps are translated into scripting language of the tool. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ടൂൾസ് ആണോ അതല്ലെങ്കിൽ മാനുവൽ ആയിട്ടാണെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു എക്സിക്യൂട്ട് ദ ടെസ്റ്റ് എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ദ സിക്സ്ത് വൺ ഈസ് എക്സ്പെക്റ്റഡ് റിസൾട്ട് ദാറ്റ് ആസ് കൺസിഡേർഡ് ടു ബി കറക്റ്റ് റിസൾട്ട്. നമ്മൾ ഓരോ ഇൻപുട്ടിനും ഒരു ഔട്ട്പുട്ട് കാണും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും എന്തൊക്കെയാണെന്ന് നോക്കുക. എ സ്റ്റെപ്പ് ടു കമ്പയർ ദ ആക്ച്വൽ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്. സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. ദെൻ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് ടെസ്റ്റ് ആൻഡ് അതർ ടെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് മറ്റെന്തെങ്കിലും ടെസ്റ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പം ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷനിലെ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. Update of traceability. Okay, traceability metrics is a tool to validate every requirements tested. Okay, നമുക്ക് വാലിഡേഷൻ നടത്താൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ഈ ട്രേസബിലിറ്റി മെട്രിക്സ്. ഡ്യൂറിങ് ദ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് ഫേസ് ഇറ്റ് സെൽഫ് ബൈ ഫില്ലിംഗ് അപ്പ് ദ യുണീക്ക് ഐഡൻറ്റിഫയർ ഫോർ ഈച്ച് റിക്വയർമെൻറ്റ്സ്. ഓരോ റിക്വയർമെൻറ്റ്സിനെയും നമ്മൾ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ട്രേസബിലിറ്റി മെട്രിക്സ് വഴി നമ്മൾ 2-way മാപ്പിംഗ് നടത്തും ബിറ്റ്വീൻ ദ റിക്വയർമെൻറ്റ്സ് and the test cases. Okay, then is executing test cases. The prepared test cases have to be executed at appropriate times during the project. As the test cases are executed during the test cycle, the defect repository is updated. Test cases നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് ഡെഫക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിഫക്റ്റ് റെപ്പോസിറ്ററി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്.
ഡിഫക്റ്റ് ഫ്രം ദ ഏർലി ടെസ്റ്റ് കേസ് ദറ്റ് ആർ ഫിക്സ്ഡ് ഇൻ ദ കറൻറ്റ് ബിൽഡ്. ഇനി നമ്മൾ ആദ്യം നേരത്തെ കണ്ടുപിടിച്ച എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, അതിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ന്യൂ ഡിഫക്റ്റ് ദാറ്റ് ഗെറ്റ് അൺകവേർഡ് ഇൻ ദ കറൻറ്റ് റൺ ഓഫ് ദ ടെസ്റ്റ്. ഇനി ന്യൂ ഡിഫക്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അവിടെ റെപ്പോസിറ്ററിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഡ്യൂറിങ് ടെസ്റ്റ് ഡിസൈൻ ആൻഡ് എക്സിക്യൂഷൻ ദ ട്രേസബിലിറ്റി മെട്രിക്സ് ഷുഡ് ബി കെപ്റ്റ് കറൻറ്റ്. ടെസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോഴായിക്കോട്ടെ, എക്സിക്യൂഷൻ നടക്കുമ്പോഴായിക്കോട്ടെ, ട്രേസബിലിറ്റി മെട്രിക്സ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ആസ് ആൻഡ് വെൻ ഗെറ്റ് ഡിസൈൻഡ് എക്സിക്യൂട്ടഡ് successfully the traceability metrics should be updated. Then the fifth one is preparing a test summary report. At the completion of test cycle, a test summary report is produced, okay, which gives an insight to the senior management about the fitness of the product for release. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടാണ് ടെസ്റ്റ് സൈക്കിളിൻ്റെ എൻഡിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. The test report is a description, explanation or justification the status of a test project. Based on the test summary report, an organizer can take decision on whether to release the product or not. ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യണോ വേണ്ട എന്ന ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഐഡിയലി ദ ഓർഗനൈസേഷൻ വുഡ് ലൈക്ക് ടു റിലീസ് എ പ്രോഡക്റ്റ് വിത്ത് സീറോ ഡിഫക്റ്റ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് ഒന്നുകൂടി ചിന്തിച്ച് നോക്കാം. ടെസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ബേസ് ലൈനിങ് എ ടെസ്റ്റ് പ്ലാൻ. സെക്കൻഡ് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ടെസ്റ്റ് കേസ് സ്പെസിഫിക്കേഷൻ അത് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു ട്രേസബിലിറ്റി മെട്രിക്സ് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണം. ഓക്കെ, ദെൻ ഫോർത്ത് നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടിങ് ടെസ്റ്റ് കേസസ്. ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്നു, കമ്പയർ ദ ആക്ച്വൽ റിസൾട്ട് ആൻഡ് എക്സ്പെക്റ്റഡ് റിസൾട്ട്. ദെൻ ലാസ്റ്റ് ഇസ് ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട്. ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കുക, പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പിക്ക് സെൻഡ് ചെയ്യുക. താങ്ക് യു.